എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് തിയോഡലൈറ്റ് സർവേയിങ് ആണ്. അപ്പോൾ എന്താണ് തിയോഡലൈറ്റ് സർവേയിങ്? നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ 4 തരം സർവേയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ചെയിൻ സർവേ, കോമ്പസ് സർവേ, ലെവലിങ്, അതുപോലെ തന്നെ പ്ലെയിൻ ടേബിൾ സർവേ. ഇത്തരം സർവേകൾ നമ്മൾ കഴിഞ്ഞ ഇയറിൽ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയോഡലൈറ്റ് സർവേയിങ് ആണ്. എന്താണ് തിയോഡലൈറ്റ് സർവേയിങ്? തിയോഡലൈറ്റ് സർവേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും ഒരുപോലെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് എന്ത് തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ സർവേകളൊക്കെ പഠിച്ച സമയത്ത് കോമ്പസ് സർവേ പഠിച്ചിരുന്നു. ഈ കോമ്പസ് സർവേയിൽ നമ്മൾ ആംഗിൾ, അതായത് ബിയറിങ്ങോ മെറിഡിയനൊക്കെ മെഷർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യായിരുന്നു? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമായിരുന്നു. സൈൻ റൂളും കൊസൈൻ റൂളൊക്കെ യൂസ് ചെയ്തിട്ട് ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് തിയോഡലൈറ്റിലും നമ്മൾ എന്താണ് ഹൊറിസോണ്ടൽ ആംഗിളും വെർട്ടിക്കൽ ആംഗിളും എടുക്കുന്നു. അടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഡിസ്റ്റൻസും അതുപോലെ തന്നെ കാൽക്കുലേഷൻ. ഇപ്പോൾ തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് മാത്രമല്ല ഒരു സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇന്നാക്സസിബിളും ആക്സസിബിൾ ആയിട്ടുള്ളതല്ല എല്ലാ ഡിസ്റ്റൻസും, അതുപോലെ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് നല്ല ഹൈറ്റ്, നല്ല ഉയരത്തിൽ, അതായത് പഴയ ബിൽഡിങ്ങുകളുടെയൊക്കെ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ തിയോഡലൈറ്റിനെ കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ കോമ്പസിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിളാണ് എടുക്കുന്നതെങ്കിൽ ഇതിൽ നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിളും മെഷർ ചെയ്യാം, അതുപോലെ തന്നെ വെർട്ടിക്കൽ ആംഗിളും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് തിയോഡലൈറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് കോമ്പസ് സർവേയിൽ ഈ 30 മിനിറ്റാണ് നമ്മുടെ ലീസ്റ്റ് കൗണ്ട്. അതായത് 1 ഡിഗ്രി 30 മിനിറ്റ്, ഇങ്ങനെയാണ് നമ്മളതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ തിയോഡലൈറ്റ് സർവേയിൽ 20 സെക്കൻഡായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിഗ്രീനെ 20 സെക്കൻഡായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും ചെറിയ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് കോമ്പസിൽ 30 ആണെങ്കിൽ 30 മിനിറ്റ് ആണെങ്കിൽ തിയോഡലൈറ്റിൽ 20 മിനിറ്റ് ആണ്. അതായത് നമുക്ക് ഒരു റീഡിങ് എടുക്കുമ്പോൾ, ഒരു ബെയറിങ് എടുക്കുമ്പോൾ, ഒരു ആംഗിൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ ആൻസർ അതത്രയും, ആ റീഡിങ് അത്രയും അക്യുറേറ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇതിൽ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് 20 സെക്കൻഡായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ കോമ്പസ് സർവേ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ 1 ഡിഗ്രി അത് കഴിഞ്ഞാൽ 30 മിനിറ്റാണ്. അപ്പോൾ ഈ 30 മിനിറ്റിനും 1 ഡിഗ്രിക്കും ഇടയിലൊക്കെ നമ്മുടെ ഹോൾസ് എയർ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ നമുക്കത് എന്താണ്, അതൊരു എററായിട്ടാണ് നമുക്ക് വരാറ്. അപ്പോൾ അങ്ങനെ വരുന്ന മൈന്യൂട്ടായിട്ടുള്ള എറർ പോലും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിയോഡലൈറ്റിൽ ഈ സെക്കൻഡുകളായിട്ട് നമ്മളതിനെ റീഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ അളവ്, തിയോഡലൈറ്റിൻ്റെ ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. അങ്ങനെ ഒരു ഡിഗ്രീനെ നമ്മൾ 20 അങ്ങനെ 3 ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ തിയോഡലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച് നമ്മളതിനെ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ തിയോഡലൈറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 20 സെക്കൻഡാണ്. അപ്പോൾ നമുക്കറിയാം, ഇതിൽ നമ്മൾ റീഡിങ് എടുക്കുമ്പോൾ ഇപ്പോൾ കോമ്പസിൽ നമുക്ക് ഡിഗ്രി, ഇപ്പോൾ 30 ഡിഗ്രി 30 മിനിറ്റ് എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ തിയോഡലൈറ്റിൽ നമ്മൾ പറയും 30 ഡിഗ്രി, അതിൽ 30 സെക്കൻഡ് ഉണ്ടെങ്കിൽ 30 സെക്കൻഡ് ഉണ്ടാവും, 30 മിനിറ്റ് ഉണ്ടെങ്കിൽ 30 മിനിറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ 20 സെക്കൻഡ് ആണെങ്കിൽ സെക്കൻഡും ഉണ്ടാവും. അതായത് ഡിഗ്രി ഉണ്ടാവും, മിനിറ്റും ഉണ്ടാവും, സെക്കൻഡും ഉണ്ടാവും. 3 റീഡിങ് ഉണ്ടാവും നമുക്ക് തിയോഡലൈറ്റിൽ അതിൻ്റെ റീഡിങ്സ് എടുക്കുമ്പോൾ. ഇതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നോട്ട് പ്രകാരം എന്താണ് തിയോഡലൈറ്റ് എന്നുണ്ട്, പിന്നെ ഇത് എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലിക്കേഷൻസ് ചെയ്യുന്നതെന്നുള്ളതാണ് പറയുന്നത്. അതായത് ബൗണ്ടറി ലൈൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, നമുക്ക് ബൗണ്ടറി ലൈനുകൾ സ്ഥാപിക്കുന്നതിനും അതുപോലെ തന്നെ ലാർജ് കൺസ്ട്രക്ഷൻ സൈറ്റ് സർവേസ്, വലിയ
കൺസ്ട്രക്ഷൻ സൈറ്റുകളുടെ സർവേകൾ നടത്തുന്നതിനും എലിവേഷൻ മെഷർമെൻറ്റ്സുകൾ എലിവേഷൻ പോയിന്റുകൾ കണ്ടുപിടിക്കുന്നതിനും അതുപോലെ തന്നെ ട്രയാങ്കുലേഷൻ സർവേക്കും അതുപോലെ തന്നെ കർവ് ആൻഡ് അലൈൻമെൻറ്റ് സെറ്റിങ് ഇപ്പോൾ റെയിൽവേ പാളത്തിൻ്റെയൊക്കെ കർവുകളും അലൈൻമെൻറ്റുകളൊക്കെ ഇടുന്നതിനും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട് തിയോഡലൈറ്റ് സർവേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് തിയോഡലൈറ്റിനെ കുറിച്ചാണ്. ടൈപ്സ് ഓഫ് തിയോഡലൈറ്റ് പല ടൈപ്പിലുണ്ട് നമുക്ക്, അതായത് അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന രീതി, അതുപോലെ റീഡിംഗ് എടുക്കുന്ന രീതി, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ തിയോഡലൈറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നതാണ് ട്രാൻസിറ്റ് തിയോഡലൈറ്റ്, അതുപോലെ തന്നെ നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്, അതുപോലെ തന്നെ ഡിജിറ്റൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക് തിയോഡലൈറ്റ്. ഇതിലെ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എഴുതിയിട്ടുണ്ട് ടെലസ്കോപ്പ് ക്യാൻ ബി ഫ്ലിപ്ഡ് 180 ഡിഗ്രി. നമുക്കിതിൽ ട്രാൻസിറ്റ് തിയോഡലൈറ്റിൻ്റെ ടെലസ്കോപ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൊട്ടേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ 180 ഡിഗ്രിയിലാണ് നമ്മൾ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത്, പക്ഷെ നമുക്ക് 360 ഡിഗ്രിയിൽ നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ 180 നമ്മൾ ചെയ്യുള്ളൂ. നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ്, അതായത് ടെലസ്കോപ്പ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത്തരം തിയോഡലൈറ്റിനെ നമ്മൾ എന്ത് പറയും? നോൺ ട്രാൻസിറ്റ് തിയോഡലൈറ്റ് എന്ന് പറയും. പിന്നെ ഡിജിറ്റൽ, നമുക്കറിയാം ഇലക്ട്രോണിക് ഒരു ഉപകരണമാണ്, അതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മെയിനായിട്ട് നമ്മൾ പഠിക്കുന്നത് ട്രാൻസിറ്റ് തിയോഡലൈറ്റ് ആണ്. അപ്പോൾ ട്രാൻസിറ്റ് തിയോഡലൈറ്റിൽ അതായത് നമുക്ക് ടെലസ്കോപ്പ് 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തിയോഡലൈറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ആ തിയോഡലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത്. ആ തിയോഡലൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന തിയോഡലൈറ്റിന് വെർനിയർ തിയോഡലൈറ്റ് എന്ന് നമ്മൾ പറയും. അതായത് വെർനിയർ തിയോഡലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതായത് ഏറ്റവും ചെറിയ അളവുകൾ മെഷർ ചെയ്യാനാണ് നമ്മൾ വെർനിയർ സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യുക. ചെറിയ അളവുകൾ, ഇപ്പം നമുക്ക് ഈ കമ്പിയുടെ ഡയമീറ്ററൊക്കെ എടുക്കാൻ അങ്ങനെയൊക്കെ നമ്മൾ വെർനിയർ സ്കെയിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു 20 സെക്കൻഡ് ആയിട്ടാണ് നമ്മൾ തിയോഡലൈറ്റിൽ മെഷർമെൻറ്റ്സുകൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ ചെറിയ അളവുകൾ മെഷർ ചെയ്യാനായിട്ട് അതാണ് വെർനിയർ സ്കെയിൽ നമ്മുടെ തിയോഡലൈറ്റിൻ്റെ അകത്ത് നമ്മൾ ഇരിക്കുന്നുണ്ട്. അതായത് വെർനിയർ സ്കെയിലും ഉണ്ട്, മെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2 സ്കെയിൽ നമുക്ക് തിയോഡലൈറ്റിൻ്റെ അകത്ത് അപ്പർ പ്ലേറ്റിലും ലോവർ പ്ലേറ്റിലും ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മൾ അതിനെക്കുറിച്ചിട്ട് വിശദമായിട്ട് പറയാം. ഇപ്പോൾ ഇതറിയാം വെർനിയർ തിയോഡലൈറ്റ് നമ്മൾ ട്രാൻസിറ്റ് തിയോഡലൈറ്റിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന തിയോഡലൈറ്റിൻ്റെ പേരാണ് വെർനിയർ തിയോഡലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? തിയോഡലൈറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു? തിയോഡലൈറ്റ് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു നമ്മൾ അല്ലേ? അതുപോലെ തന്നെ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താണെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന തിയോഡലൈറ്റ് ഏത് ടൈപ്പ് തിയോഡലൈറ്റാണ്? ട്രാൻസിറ്റ് തിയോഡലൈറ്റിലെ വെർനിയർ തിയോഡലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ തിയോഡലൈറ്റിൻ്റെ ഫിഗറാണ് ഇപ്പം നിങ്ങളിവിടെ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫിഗറുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങൾ സെക്ഷൻ ചെയ്ത വ്യൂവും അതിൻ്റെ പാർട്ടുകളൊക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ പാർട്ടുകളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയുന്നതിൻ്റെ പാർട്ടുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ലെവലിംഗ് ഹെഡ് എന്ന് പറയുന്നത്. നമ്മളതിനെ ട്രൈബ്രാക്ക് എന്ന് നമ്മൾ പറയും. അതായത് ഏറ്റവും താഴെ ഈ ചിത്രത്തിൽ ഏറ്റവും താഴെ കാണുന്ന ട്രയാങ്കിൾ പോർഷനാണ് എന്തെന്ന് പറയുന്നത്? ട്രൈബ്രാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തും കൂടിയുണ്ട്? ഫൂട്ട് സ്ക്രൂ ഉണ്ട് അല്ലേ? ഈ ട്രൈബ്രാക്കിൻ്റെ മുകളിൽ ഇതൊക്കെ നമ്മൾ ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രൈബ്രാക്കിൻ്റെ മുകളിൽ നമുക്ക് എന്തുണ്ട്? ഫൂട്ട് സ്ക്രൂസ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ വരുന്നതാണ് ലോവർ പ്ലേറ്റ് ആണ്. ലോവർ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്രൂവിൻ്റെ മുകളിൽ ഒരു വൈറ്റ് കളർ കണ്ടോ നിങ്ങൾ?
ഒരു വൈറ്റ് കളറ്, ഈ വൈറ്റ് കളറാണ് അതിൻ്റെ ലോവർ പ്ലേറ്റ്. അതിൻ്റെ മുകളിൽ തന്നെ ഒരു പച്ച കളറിലുണ്ട്, അത് അപ്പർ പ്ലേറ്റ്. അങ്ങനെ ലോവർ പ്ലേറ്റും അപ്പർ പ്ലേറ്റും ഉണ്ട്. അതായത് ലോവർ പ്ലേറ്റിൽ നമ്മൾ ഡിഗ്രിയും മിനിറ്റും ആണ് നമ്മൾ മെഷർ ചെയ്യുക. അതായത് ലോവർ പ്ലേറ്റിൻ്റെ അകത്ത് നമുക്ക് സ്കെയില്, മെയിൻ സ്കെയിലാണ് ഉണ്ടായിരിക്കുക. അതുപോലെ അപ്പർ പ്ലേറ്റിൽ വെർണിയർ സ്കെയിലാണ് നമുക്ക് ഉണ്ടായിരിക്കുക. വെർണിയർ റീഡിംഗ് ആണ് നമ്മൾ അതിലെടുക്കുന്നത്. അതായത് മിനിറ്റും സെക്കൻഡുമാണ്, നമ്മുടെ ചെറിയ അളവുകളാണ് നമ്മൾ അതിലെടുക്കുന്നത്. അതായത് മെയിൻ സ്കെയിലിൽ താഴെ ലോവർ പ്ലേറ്റിലുള്ള മെയിൻ സ്കെയിലിൽ ഡിഗ്രിയും മിനിറ്റുമാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പർ പ്ലേറ്റിലുള്ള വെർണിയർ സ്കെയിലിൽ മിനിറ്റും സെക്കൻഡുമാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും തിരിക്കാനായിട്ട് പ്ലേറ്റ് ക്ലാമ്പിംഗ് സ്ക്രൂസ് അതൊക്കെ ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്സ് ആൻഡ് എ ഫ്രെയിം പോലെയുണ്ട്, അതിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ഇതിൽ ഈ ചിത്രത്തിൽ എ ഫ്രെയിം പോലെ ഇല്ല, പക്ഷെ വേറെ ടൈപ്പ് തിയോളൈറ്റ് ഉണ്ട്, അതിലങ്ങനെയുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ്സും എ ഫ്രെയിം, അതിൻ്റെ ഈ വെർട്ടിക്കൽ ആംഗിളും ഇതൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ എ ഫ്രെയിമിൻ്റെ മുകളിലാണ്. പിന്നെ ഇൻഡെക്സ് ഫ്രെയിം, അതുപോലെ ടെലസ്കോപ്പ്, വെർട്ടിക്കൽ സർക്കിള്, ഹൊറിസോണ്ടൽ സർക്കിള്, പ്ലേറ്റ് ലെവല്, ഷിഫ്റ്റിംഗ് ഹെഡ്, ഇത്രയും ഭാഗങ്ങളാണ് മെയിനായിട്ട് നമുക്കിതിൽ വരുന്നത്. അതിൽ ഈ ഷിഫ്റ്റിംഗ് ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഈ നമ്മളിതിൽ ടൈറ്റ് ചെയ്യുമല്ലോ, നമ്മുടെ ട്രൈപോഡിൻ്റെ മുകളിൽ നമ്മൾ തിയോഡലൈറ്റ് വെച്ച് നമ്മൾ അതിൻ്റെ ആ സ്ക്രൂ അടിയിൽ ടൈറ്റ് ചെയ്യുമ്പോൾ അത് ജസ്റ്റ് നമുക്ക് സെൻറ്ററിങ് ഒക്കെ ശരിയാക്കാൻ വേണ്ടി നമുക്ക് അതിനൊന്ന് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതലായിട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ ലെവല്, പ്ലേറ്റ് ലെവല്, ഈ ലെവൽ ചെയ്യാനായിട്ട് നമ്മൾ ലെവലിങ് ഡംബി ലെവൽ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഇതിൽ ലെവൽ ചെയ്യുന്നത്. എന്ത് ചെയ്യും, ഇതിൽ ലെവൽ ട്യൂബ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഒരു ജോഡി ഫുഡ് സ്ക്രൂവിനെ പാരലായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരുപോലെ അകത്തേക്ക് പുറത്തേക്ക് തിരിച്ച് ബബിള് സെൻറ്ററിലാക്കി നമ്മൾ ചെയ്യുന്നു. ഇത് സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. അതായത് ഡംബി ലെവലിൽ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഡംബി ലെവലിൽ നമുക്ക് ഒരു ലെവലേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇതിൽ നമുക്ക് 2 ലെവൽ ട്യൂബുകളുണ്ട്. ഒന്ന് പ്ലേറ്റ് ലെവൽ ട്യൂബും രണ്ടാമത്തേത് ആൽറ്റിറ്റ്യൂഡ് ലെവൽ ട്യൂബും. പ്ലേറ്റ് ലെവൽ ട്യൂബ് ഇരിക്കുന്നത് താഴെയാണ്. നമ്മൾ ഹൊറിസോണ്ടൽ ആംഗിൾ എടുക്കുമ്പോൾ പ്ലേറ്റ് ലെവൽ ട്യൂബിലെ ലെവൽ വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ലെവൽ ചെയ്യുക. എന്നാൽ വെർട്ടിക്കൽ ആംഗിൾ എടുക്കുമ്പോൾ നമ്മൾ വെർട്ടിക്കൽ സർക്കിളിൻ്റെ മുകളിൽ, ഇപ്പോൾ ഈ ചിത്രത്തിൽ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ സൈഡിൽ വെർട്ടിക്കൽ സർക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ടെലസ്കോപ്പിൻ്റെ അപ്പുറത്ത്. അതിൻ്റെ മുകളിൽ എന്തുണ്ട്, ഒരു ടെലസ്കോപ്പ് ഉണ്ട്. ടെലസ്കോപ്പ് അല്ല, ഒരു ബബിൾ ട്യൂബ് ഉണ്ട്. ആ ബബിൾ ട്യൂബാണ് നമ്മൾ വെർട്ടിക്കൽ ആംഗിൾ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലെവൽ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു തിയോഡലൈറ്റിൻ്റെ അകത്ത് 2 എന്തുണ്ട്, ലെവൽ ട്യൂബുകളുണ്ട്. അത് സാധാരണ വൈവയ്ക്കും അങ്ങനെയുള്ള 1 വേർഡിലൊക്കെ ചോദിക്കാറുണ്ട്, തിയോഡലൈറ്റിൽ എത്ര ലെവൽ ട്യൂബുകൾ ഉണ്ടെന്നുള്ളത്. 2 എണ്ണം ഉണ്ട്. അതിൽ ഒന്നാമത്തേത് പ്ലേറ്റ് ലെവൽ ട്യൂബും രണ്ടാമത്തേത് ആൽറ്റിറ്റ്യൂഡ് ലെവൽ ട്യൂബും. ഇങ്ങനെ 2 ലെവൽ ട്യൂബുകളാണ് നമുക്കതിൽ ഉള്ളത്. പിന്നെ കൂടുതൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ട്രിപ്പോഡ്, അതുപോലെ പ്ലംബ് ബോബ്, മാഗ്നറ്റിക് കോമ്പസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചും കൂടിയും കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞത് എന്തൊക്കെയാണ്, നമ്മളിപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്തിനാണ് നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്. വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും മെഷർ ചെയ്യാനാണ് നമ്മൾ തിയോഡലൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതായത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള ഡിസ്റ്റൻസുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസുകൾ കട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഏരിയ കാൽക്കുലേഷൻ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇന്ന് രണ്ടാമത് പറഞ്ഞത് എന്തായിരുന്നു, അതിൻ്റെ ഉപയോഗമാണ് പറഞ്ഞത്. ഏതൊക്കെ സിറ്റുവേഷൻസിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മൂന്നാമത് പറഞ്ഞത് എന്താണ്, ടൈപ്സ് ഓഫ് തിയോഡലൈറ്റ് പറഞ്ഞു. എത്ര തരത്തിലുള്ള തിയോഡലൈറ്റുകളുണ്ട്. അതിൽ നമ്മൾ പല ടൈപ്പിലുണ്ടെങ്കിലും നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസിറ്റ് തിയോഡലൈറ്റാണ്. ട്രാൻസിറ്റ് തിയോഡലൈറ്റിൽ വെർണിയർ തിയോഡലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ പറഞ്ഞു നമ്മൾ തിയോഡലൈറ്റിൻ്റെ ലീസ്റ്റ് കൗണ്ട് നമ്മൾ പറഞ്ഞു 20 സെക്കൻഡാണെന്ന് പറഞ്ഞു അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിയോഡലൈറ്റിൻ്റെ പാർട്സുകൾ പറഞ്ഞു. തിയോഡലൈറ്റിൻ്റെ പാർട്സുകളുടെ എണ്ണം കുറച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ അതിപ്പോൾ ജസ്റ്റ് ഞാനിങ്ങനെ പറഞ്ഞു പോയെന്നുള്ളൂ.
അത് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ, അതായത് ഇൻസ്ട്രുമെൻറ്റിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. 4 കാര്യങ്ങളാണ്. ഒന്നാമത്തേത് തിയോഡലൈറ്റ് എന്തിനു യൂസ് ചെയ്യുന്നു, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ തിയോഡലൈറ്റ് യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് തിയോഡലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ തിയോഡലൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇങ്ങനെ 4 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവരും അത് നല്ല രീതിയിൽ ഓർത്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.